ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവണം. പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. ദൈവസന്നിധിയിൽ നമ്മൾ എളിമപ്പെടണം. പാപകരമായ എല്ലാ ജീവിതത്തിൻ്റെ വഴികളും ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാവിനെ കർശനമായിട്ട് എല്ലാവരും നിയന്ത്രിക്കുക, അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങൾ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ദൈവത്തെ നമുക്ക് ആരാധിക്കാനായിട്ട് സാധിക്കണം. സമറിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് യഥാർത്ഥ ആരാധകരെ അന്വേഷിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരെ അവിടുന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അത് നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെയൊക്കെ വിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ അത് യഥാർത്ഥമായ ദൈവാരാധനയായിട്ട് മാറുകയാണ്. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. കരമൊന്ന് ഉയർത്തിയടിച്ചേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അധരങ്ങൾ തുറന്ന് ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. റോമ 12:2. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. അതായത് ഒരു ആത്മീയ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ മനുഷ്യനെ പോലെ ജീവിക്കുവാനായിട്ട് പാടില്ല. ഈ ലോകത്തിൻ്റെതായ ജീവിതം നയിക്കുന്നവർ ആത്മീയ മനുഷ്യരായിട്ട് മാറണം. നിങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യർ ജീവിക്കുന്നത് പോലെ അവർ കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് പാടില്ല. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും അവരിൽ ആദ്യം സംഭവിക്കേണ്ടത് മനസ്സിൻ്റെ നവീകരണമാണ്. മനസ്സിലുള്ള തെറ്റായ അറിവുകൾ, ലോകത്തിൻ്റെ കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നു. അതനുസരിച്ച് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ശക്തനായിട്ട് മാറും, കരുത്തരായിട്ട് മാറും. മനസ്സിൻ്റെ നവീകരണം ഉണ്ടാവണം. മനസ്സ് നവീകരിക്കപ്പെടണം. മനസ്സിലുള്ള തെറ്റായ അറിവുകൾ, തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ ചിന്തകൾ നമ്മൾ നീക്കണം. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുമൊക്കെ ദൈവത്തിൻ്റെ വചനം നിറയണം. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ആമോസിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം പറയുന്നു, ദൈവം തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു, വെളിപ്പെടുത്താതെ അവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല. തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ഇന്നലകള് അല്ല ഇന്നുകള്, വരാനിരിക്കുന്ന കാര്യങ്ങള്, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നോ അതിനനുസരിച്ച്
ദൈവത്തിൻ്റെ വെളിപാടുകൾ, സ്വർഗീയ സന്ദേശങ്ങൾ, ദർശനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കരമേറ്റി പിടിച്ചെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നൽകണമേ. ദൈവഹിതം മനസ്സിലാക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആത്മാവേ, ദൈവാത്മാവേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. രണ്ട് കരമയത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ അത്രമാത്രം മാറ്റം വരുത്തി ലോക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യൻ എന്ന പദവിയിലേക്ക് നമ്മൾ മാറണം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. എസ്തേർ എന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കിലേക്ക് ഓടി. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി. അവൾ വസ്ത്ര ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രങ്ങൾ ധരിച്ചു. ആഡംബരമായ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് വിലാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമുടി. എന്തൊരു പ്രായച്ചിത്വം അല്ലേ? എസ്തേർ രാജ്ഞിയുടെ തലയിൽ എന്താണ്? ചാരവും ചാണകവും ഉണ്ടോ? വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് തലമുടി. ചാരവും ചാണകവും കൊണ്ട് തലമുടി. നിങ്ങളുടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ചെയ്തു നോക്ക്, എന്നാലെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെങ്കിലേ. ഹല്ലേലൂയ. ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, എസ്തേർ ചാരവും ചാണകവും തലയിൽ വെച്ചു എന്നാ പറയുന്നത്. ഈ നോമ്പിൻ്റെ നാടുകൾ പ്രായശ്ചിത്തത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ, ത്യാഗത്തിൻ്റെ നാളുകളായിട്ട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ പരിവർത്തനം വരുത്തുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങൾ വ്യക്തിപരമായിട്ട് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നിങ്ങൾ കഴിയുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. എനിക്ക് ഒരു ആത്മീയ മനുഷ്യൻ എന്ന പദവിയിലേക്ക് വരണം. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ വഴികൾ പരമാവധി വിട്ടുമാറണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവണം. ആ ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരുത്തുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എസ്രായുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 21, 22, 23 വചനങ്ങൾ. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും ഉണ്ടോ, മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഖമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എസ്രാ പറയുക, ഞങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവിടെ പറയുന്ന ആദ്യ വചനം ഇതാ, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്ര ഉപവാസമെടുത്താലും എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്.
ദാനിയേൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയ ഒരു സംഭവമാണത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. 10-ാം അധ്യായം ദാനിയേലിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നു 12 വചനങ്ങൾ. അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന് മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് ദൈവദൂതനാണ്, വിശുദ്ധ മിഖായേലാണ്. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ എളിമ ഉണ്ടാവണം, വിനയമുണ്ടാവണം. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുന്ന സമയം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ എത്തുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരവും ഞാനെന്ന ഭാവവും ഒക്കെ അങ്ങോട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുമോ? സ്വീകരിക്കത്തില്ല. നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നോമ്പിലൂടെ അത് സംഭവിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ എത്രമാത്രം എളിമപ്പെടുന്നോ അത്രമാത്രം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. സ്വർഗത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. വീണ്ടും എസ്രായുടെ പുസ്തകം 8 നമുക്ക് മടങ്ങി വരാം. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തു വകയോടും കൂടെ ഉള്ള ഞങ്ങളുടെ യാത്ര സുഗമാവുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 21, 22, 23 വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മേൽ അവിടുത്തെ കാരുണ്യമുണ്ടായിരിക്കുമെന്നും ഉണ്ടോ. ദൈവത്തെ അന്വേഷിക്കുന്നതിന് മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് മേൽ ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടായിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നതിന് മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിവദിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. 23-ാം വചനം. ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. ഞങ്ങൾ ഉപവസിച്ചു ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. അത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ എത്താനായിട്ട് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും പലരും പറയുന്നു, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. എന്താ കാര്യം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചു പ്രാർത്ഥിക്കണം. ക്ഷമിക്കാതെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ നിന്ന് മറുപടി കിട്ടത്തില്ല. ഒന്നത്, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ത്യാഗമുണ്ടോ, ആ പ്രാർത്ഥനയ്ക്കാണ് വളരെ വേഗം ഉത്തരം കിട്ടുന്നത്. ഉപവാസത്തിൻ്റെ പ്രാർത്ഥന, പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥന, നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വിലയുണ്ട്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.